ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിയർ ഫ്രണ്ടിനെ കുറിച്ചിട്ടാണ്. ഡിയർ ഫ്രണ്ട് 2022 ജൂണിൽ ഇറങ്ങി തിയേറ്ററിൽ വൻ പരാജയം. മീൻസ് വലിയ ബഡ്ജറ്റൊന്നുമില്ല പടത്തിന്. ടോവിനോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പടം ചെയ്തിട്ട് ഇതുവരെ ആരെങ്കിലും ബാങ്ക്രപ്റ്റായി എന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ. തല്ലുമാലയുടെ അതേ പ്രൊഡ്യൂസറാണ് ഡിയർ ഫ്രണ്ടിന്. അപ്പോൾ തല്ലുമാലക്ക് വാങ്ങിയ ശമ്പളം വേറെ, ഡിയർ ഫ്രണ്ടിന് വാങ്ങിയ ശമ്പളം വേറെ എന്ന് ടോവിനോ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്ര വലിയ നഷ്ടമില്ല, എന്നാലും വലിയ ലാഭവും കിട്ടിയിട്ടില്ല ആ പടത്തിൽ നിന്ന്. പക്ഷേ ഈ പടം കുറച്ചുകൂടി റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ആൾക്കാർ സ്വീകരിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ ഈ പടം തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനോദ് മീൻസ് ടോവിനോൻ്റെ ക്യാരക്ടറാണ് ഇതിൽ. ആ ക്യാരക്ടറിനെ പലർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയും. നല്ലൊരു ഗ്രീൻ ഫ്ലാഗാണ് പറയാം എൻ്റെ അഭിപ്രായത്തിൽ. കാരണം പുള്ളിക്കാരൻ അതിൽ നമ്മളെ കാണാൻ പറ്റും. അതിലൊരു പെണ്ണ് പുള്ളിക്കാരനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഞാൻ റെഡിയല്ല ഒട്ടും. അങ്ങനെ പറയുന്നത് അത് അവിടെ വേണമെങ്കിൽ പുള്ളിക്കാരന് യെസ് പറഞ്ഞ് അവർ ചീറ്റ് ചെയ്ത് അതൊക്കെ ആക്കാൻ വേണ്ടി. പക്ഷെ അവർ ആർക്കും ഒരു ഹോപ്പ് കൊടുക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ഇരിക്കാനാണ് വിനോദിനിഷ്ടം. അതേപോലെ തന്നെ വിനോദ് ആകെ ചൂടാവുന്നത് തൻ്റെ അപ്പൻ്റെ മരണ ദിവസം കള്ളു കുടിക്കില്ല എന്ന് എല്ലാ വർഷവും ആ ദിവസം എന്തായാലും കള്ളു കുടിക്കില്ല. പക്ഷേ ഫ്രണ്ട്സ് അത് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ചൂടാവുന്നുണ്ട്. അതേപോലെ ഈ പടത്തിൽ ദർശനൻ്റെ ക്യാരക്ടർ വേറെ പ്രണയത്തിലാണ്. അപ്പോൾ ആ പ്രണയം സെറ്റാക്കി കൊടുക്കാനും വീട്ടുകാരായിട്ട് സംസാരിക്കാനൊക്കെ പോകുന്നത് വിനോദാണ്. അപ്പോൾ വിനോദ് സംസാരിക്കുന്നു, പക്ഷെ മീൻസ് ഇവൻ ആരോടും പറയാതെ പോയി അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ അവരന്വേഷിക്കും. അങ്ങനെ ലാസ്റ്റ് അവനെ കണ്ടു കിട്ടുമ്പോൾ അവർ ചോദിക്കും, നീ ഇതിനെ വിട്ടുപോയി, അങ്ങനെ ചൂടായിട്ട് ചോദിക്കും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങളെ സാധനം ഞാനെന്ത് എടുത്തോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഞാൻ ഹെർട്ട് ചെയ്തോ? ഇല്ല. ആ സമയത്ത് നമ്മളെല്ലാം ചിന്തിച്ചു പോകും. അവൻ അവരുടെ കൂടെ ഉണ്ടാകുക, അവർക്ക് ഹെൽപ്പ് ചെയ്യുക, അവരുടെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലാതെ അവരടുത്ത് പൈസ എടുത്തിട്ട് വന്നു ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ആൾ പോയപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പടം കാണിക്കുന്നത് ബ്യൂട്ടി ഓഫ് ലെറ്റിംഗ് ഗോ, ബ്യൂട്ടി ഓഫ് ഡിസപ്പിയറിങ് എല്ലാമാണ്. നമുക്ക് ഒരു സ്പേസിൽ നിന്ന് മാറണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അത് തോന്നിയാൽ ആരെയും ഹർട്ട് ചെയ്യാതെ മാറാം. അതേപോലെ ഒരിക്കലും ഫേക്ക് പ്രോമിസ് കൊടുക്കരുത് ആർക്കും. ലൈക്ക് ഒരാൾ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അപ്പടെ തന്നെ നിങ്ങളൊരു ബ്രേക്കപ്പിൻ്റെ ക്ഷീണത്തിലായതുകൊണ്ട് തന്നെ അപ്പടെ യെസ് പറഞ്ഞ് അയാളെ യൂസ് ചെയ്യുകയും ചെയ്യരുത്. ഇതൊക്കെയാണ് ഈ പടത്തിൽ പറയുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ള ഫീലിങ്സിന് വില കൊടുക്കുക.